പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ശുശ്രൂഷ സമയത്ത് വലിയ ദൈവ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ ഉള്ളിലുള്ള പ്രാർത്ഥനാ നിയോഗത്തെ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിക്കുകയാണ്. നമ്മൾ വിശ്വസിക്കുകയാണ്, കർത്താവെ, ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ അനുഭവങ്ങളിൽ എൻ്റെ ദൈവം എന്നിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. തടസ്സങ്ങൾ മാറ്റുന്ന ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു. ഒരു പുതിയ അഭിഷേകം എന്നിൽ ദൈവം ചൊരിയുന്നു. കർത്താവെ, അത് സംഭവിക്കട്ടെ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കണ്ണുകളടച്ച ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് അങ്ങയുടെ അനന്തമായ കാരുണ്യം ഞങ്ങളിലേക്ക് വെളിപ്പെടട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം, ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ്. ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവമേ, എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. രോഗികളായിട്ടുള്ളവരുണ്ട്, വിശ്വസിക്കണം. എൻ്റെ ശരീരത്തിൻ്റെ രോഗപീഠകൾ കർത്താവ് ഇടപെടുന്ന സമയം. മനസ്സിൽ വല്ലാണ്ട് ഭാരം കൊണ്ട് നടക്കുന്നവരുണ്ട്, ദൈവം നിന്നിൽ ഇടപെടുന്ന സമയം. ജോലി മേഖലയിലെ തടസ്സങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന അനുഭവങ്ങളെല്ലാം കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്കൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ ദൈവമേ, അങ്ങ് അത്ഭുതകരമായിട്ട് എന്നിൽ പ്രവർത്തിക്കണമേ. ഒരു പുതിയ അഭിഷേകം എന്നിലേക്ക് കർത്താവെ ചൊരിയണമേ. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ ഇത് സംഭവിക്കണമേ. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവദൂതന്മാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം വിശ്വസിക്കണം, സ്വർഗം തുറക്കുന്ന സമയമാണ്. നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവിൻ്റെ കൃപ ചൊരിയപ്പെടുന്ന സമയമാണ്. വിശ്വസിക്കുന്ന ഓരോരുത്തരും നമുക്ക് താളത്തിലൊന്ന് കയ്യക്കടിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങേണമേ. ഈ ശുശ്രൂഷ സമയത്ത് അഭിഷേകത്താൽ എന്നെ ആമേൻ നിറയ്ക്കണമേ. കരങ്ങൾ തുറന്നു പിടിച്ചു പാടാമോ? പരിശുദ്ധാത്മാവേ എന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. നിറങ്ങേണമേ. സംഭവിക്കട്ടെ കർത്താവേ. അഭിഷേകത്താൽ എന്നെ ആമേൻ നിറയ്ക്കണമേ. ഓരോ വ്യക്തിയിലും സംഭവിക്കട്ടെ. അഗ്നിയും നീയേ, ആമേൻ. കൊടുങ്കാറ്റും നീയേ, ആമേൻ. പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. പരിശുദ്ധാത്മാവേ, കൊടുങ്കാറ്റും നീയേ. The real fire, പരിശുദ്ധാത്മാവിന്റെ കൃപ സംഭവിക്കണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു പാടി. അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, പരിശുദ്ധാത്മാവേ പെരുമഴ പോലെന്നിൽ ആമേൻ പെയ്തിറങ്ങണേ. അഗ്നിയും നീയേ, പന്തക്കോസ്താ ദിവസത്തിൽ കാറ്റായിട്ട് കടന്നു വന്ന പരിശുദ്ധാത്മാവ്, തീയായിട്ട് പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ അവസരത്തിൽ ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുക. നീ ആയിരിക്കുന്ന അവസ്ഥയെ പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കും. നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ഓ ഹോളി സ്പിരിറ്റ്, പറന്നിറങ്ങേണമേ. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. അഭിഷേകത്താൽ എന്നെ ആമേൻ നിറയ്ക്കണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി കണ്ണടച്ച് വിശ്വസിക്കുക.
ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. നിങ്ങളാരു തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. യെസ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് വിതിൻ മീ, എൻ്റെ ഉള്ളിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. അവിശ്വാസത്തോടുകൂടെ കരങ്ങൾ കൂപ്പി കണ്ണ് തുറന്നുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തൊക്കെയുള്ളവർക്ക് സന്തോഷത്തോടെ ഒരു സ്തുതി കൊടുക്കുക. അതിനുശേഷം സ്വസ്ഥമായിട്ട് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവ് നമ്മളെ ഏറ്റെടുക്കുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മിലൂടെ സംഭവിക്കും. ഈ ശുശ്രൂഷ സമയത്ത് അപ്രകാരമുള്ളൊരു ഗിഫ്റ്റ് നമുക്കൊക്കെ സമ്മാനിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ മേഖല, അത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനമാണ്. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 10, 10-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഒന്നും കൂടെ വായിക്കാം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ ശിഷ്യന്മാരോട് കൃത്യമായിട്ട് പറയുവാണ്, എനിക്ക് നിന്നെ അറിയാം, എനിക്ക് നിന്നെ അറിയാം. ഇതാരാ ഈ പറയണേ? ഈശോ പറയുവാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈശോ എന്നോട് പറയുവാണ്, ഈശോയ്ക്ക് എന്നെ അറിയാം. നിങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് ഈശോ സംസാരിക്കുവാണ്. ഇത് നമ്മുടെ ഉള്ളിൽ നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. ഈശോയ്ക്ക് നമ്മളെ ഏതവസ്ഥയിലാണെങ്കിലും ഈശോയ്ക്ക് നിന്നെ എന്നെ നന്നായി അറിയാം. ഒരു പക്ഷേ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരോ നാട്ടുകാരോ വീട്ടുകാരോ ഒക്കെ ഉണ്ടല്ലോ, പലപ്പോഴും അവർ നമ്മളോട് പറയും, നിന്നെ എനിക്കറിയാം, നിന്നെ എനിക്കറിയാം. എന്തറിയാമെന്ന് ഈ പറയണേ? ഒരു പക്ഷേ നമ്മുടെ അപ്പൻ്റെ പേരറിയാം, അമ്മയുടെ പേരറിയാം, നമ്മുടെ ഇച്ചിരി സ്വഭാവം അറിയാം. അതിനപ്പുറം ഒന്നും അവർക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ചങ്കോട് കൊണ്ട് നടക്കുന്നവരെന്ന് പറയുന്നവർക്ക് പോലും നമ്മളെ ഒന്നും മനസ്സിലാവില്ല. ചില ചേഷ്ടകളൊക്കെ അവർക്കറിയാം, നമ്മുടെ രീതികളൊക്കെ അറിയാം, അതിനപ്പുറം ഒന്നും മനസ്സിലാവില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നിൻ്റെ മുമ്പിൽ കൃത്യമായിട്ട് പറയുവാണ്, ഈശോയ്ക്ക് നിന്നെ നന്നായി അറിയാം. ഈ ഒരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന മാറ്റം അത് അത്ഭുതകരമാണ്. കാരണം എന്നെ നന്നായി അറിയാവുന്ന ഈശോ എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കും. ഈശോ ഇതാരോടാ പറഞ്ഞേ? ശിഷ്യന്മാരോടാ പറഞ്ഞേ. ഈ ശിഷ്യന്മാരുടെ അവസ്ഥ, അവരുടെ സ്വഭാവം, അവരുടെ തൊഴിൽ, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ബന്ധങ്ങൾ, ഇതെല്ലാം ഈശോയ്ക്കറിയാം. എല്ലാ കുറവുകളും ഈശോയ്ക്കറിയാമെന്ന്, എല്ലാ കുറവുകളും. അത് വലിയൊരു അത്ഭുതമല്ലേ? പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് ഈശോ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ളവരെ, ഏറ്റവും നല്ല മിടുക്കരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. തെറ്റാണ്. വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ഈശോ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് രീതി വളരെ വ്യത്യസ്തം. നമ്മളെപ്പോലെ ഒത്തിരി കുറവുകളുള്ള, അഭിമാനിക്കാൻ ഒന്നുമില്ലാത്തവർ, അഭിമാനിക്കാനായിട്ടോ നട്ടെല്ല് നിവർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് അവകാശവാദങ്ങൾ പറയാൻ ഒന്നുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ, അവരെയാണ് ഈശോ തിരഞ്ഞെടുത്തേ. മുക്കുവർ, സമൂഹത്തിൽ വലിയ വിലയൊന്നുമില്ല, പത്രോസ് അല്ലേ, ചുങ്കക്കാരൻ മത്തായി. ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. 12 എണ്ണത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ തീവ്രവാദിയുണ്ട്, ഒറ്റുകാരനുണ്ട്, ഇട്ടിട്ട് പോകുന്നവനല്ലേ. 12 സ്വഭാവം. പക്ഷേ ഈശോ പറയണ എന്നാ? എനിക്ക് നിന്നെ നന്നായി അറിയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇത് നമ്മളോട് നൽകുന്നൊരാശ്വാസം. നമുക്കൊരു പക്ഷേ ചില പരാജയങ്ങളും ചില തെറ്റായ തീരുമാനങ്ങളും അബദ്ധങ്ങളുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മളതിൽ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ടാവും. ഇനി എന്നെ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ദൈവം എന്നെ ഉപേക്ഷിച്ചു, ഇനി ഞാൻ രക്ഷപ്പെടില്ല എന്നൊരു തെറ്റായ ചിന്തയുണ്ടെങ്കിൽ ഇതാ നിന്നോട് കർത്താവ് പറയുവാണ്, നിന്നെ എനിക്ക് നന്നായി അറിയാം. ഞാനൊരു വൈദികനായി നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ശുശ്രൂഷ നടത്തുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്, ഒരു വൈദിക ജീവിതത്തിൻ്റെ എൻ്റെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്, എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം, എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം. ഇതെനിക്ക് മാത്രമല്ല,
ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ നീ എപ്പോഴും പറയേണ്ട കാര്യമാണ്, എന്നെ എൻ്റെ ദൈവത്തിന് നന്നായി അറിയാം. അടുത്തിരിക്കുന്നവരോട് സാധിക്കുമെങ്കിലൊന്ന് പറഞ്ഞു കൊടുത്തേ, നിന്നെ നിൻ്റെ ദൈവത്തിന് നന്നായി അറിയാം, നന്നായി അറിയാം. വചനത്തിൽ കൃത്യമായിട്ടാണ് അത് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 9-ാം തിരുവചനം, സെൻറ്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 9, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുമുപരി ദൈവം നിങ്ങളെ അറിയുന്നു. കണ്ടോ, ഒരു ദേശത്ത് ചെന്ന് വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന ദൈവജനത്തോട് പൗലോസ്ലീഹ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, സത്യ ദൈവത്തെ അറിയുന്നു, നല്ല കാര്യം. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അതിനു മുമ്പേ ദൈവം നിന്നെ അറിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിമോത്തിയോസിനോട് വീണ്ടും പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാം പുസ്തകം, അതിൻ്റെ 2-ാം അധ്യായം 19-ാം തിരുവചനം, സെൻറ്റ് പോൾസ് ലെറ്റർ ടു തിമത്തി, സെക്കൻഡ് ലെറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 19, ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു, അതിലിങ്ങനെ മുദ്രിതമായിരിക്കുന്നു, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. കണ്ടോ, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും സ്വീകരിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ദൈവിക ദൂതാണ്. എന്നെ അറിയുന്ന എൻ്റെ ദൈവം, എന്നെ അറിയുന്ന എൻ്റെ ദൈവം. അതുകൊണ്ടാണ് നാഹൂമിൻ്റെ പുസ്തകം, പഴയ നിയമത്തിലെ നാഹൂമിൻ്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം, നാഹൂമിൻ്റെ പ്രവചന പുസ്തകം 1:7 വചനം പറയുന്നത്, കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്, ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. ഇത് നമ്മൾ എന്നും വിശ്വസിച്ചോണം. ബോംബെയിൽ താബോർ ധ്യാനമന്ദിരമുണ്ട്. 4.5 വർഷക്കാലം ആ ധ്യാനമന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്തു. ശുശ്രൂഷയ്ക്കിടയ്ക്ക് പല അനുഭവങ്ങളും സാക്ഷ്യം വഹിച്ചു. അതിലൊരു പെൺകുട്ടിയുടെ സാക്ഷ്യം, ധ്യാനമന്ദിരത്തിൽ ഒരു കന്യാസ്ത്രീയാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നത്. ജീവിതത്തിൽ അങ്ങേയറ്റം തകർന്നു പോയ ഒരു പെൺകുട്ടി, ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടി. ഈ കന്യാസ്ത്രീ അമ്മ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത്, അച്ഛാ, ആത്മഹത്യ മാത്രം തലയ്ക്കകത്ത് കൊണ്ടു നടക്കുന്ന പെണ്ണാണ്, നല്ല ശ്രദ്ധ വേണം. കാരണം ഇവളിവിടെ കൊണ്ടുവരുമ്പോൾ ഹൈ റിസ്ക്കാണ്. കാരണം ഇവളെന്തും ചെയ്യാം, കാരണം അത്രമേൽ തകർന്ന തരിപ്പണമായൊരു പെണ്ണാണ്. അച്ഛാ, ഇവളെ ഒരു ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അപ്പോൾ ഇവളെ നോക്കാൻ തന്നെ 3-4 വോളണ്ടിയേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം കടുങ്കൈയൊന്നും ചെയ്യാതെ സ്വസ്ഥമായിട്ട് ധ്യാനത്തിൽ പങ്കെടുക്കണം. അപ്പോൾ ഇവളോട് ധ്യാനത്തിൻ്റെ ആരംഭ ദിവസത്തിൽ ഞാനൊരു പറഞ്ഞൊരൊറ്റ കാര്യം, കർത്താവിന് നിന്നെ അറിയാം. അപ്പോൾ അവൾ എന്നെ നോക്കി ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഏത് കർത്താവ്? എന്ത് ദൈവം എന്നായി പറയണേ? എന്ത് ദൈവസ്നേഹം എന്നാണ് നിങ്ങൾ ഈ പ്രഘോഷിക്കുന്നത്? എന്താ ദൈവം? എന്നിട്ട് ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇവളുടെ തകർച്ചകളുടെ വലിയൊരു ഘോഷയാത്രയാണ്. അപ്പോൾ മറുപടിയൊന്നും പറയാനില്ലാത്ത കൊണ്ട് ഞാൻ പറഞ്ഞു, ധ്യാനത്തിൽ പങ്കെടുക്കൂ, കർത്താവ് നിന്നിൽ ഇടപെടും. ഇവള് ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും പുറകിൽ കയ്യും കെട്ടി ഇരിപ്പുണ്ട്. വചന ശുശ്രൂഷ നടക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഇതൊന്നും ഇവളെ ബാധിക്കുന്നില്ല. ഈ ചില മനുഷ്യരെ കണ്ടിട്ടില്ല, ജീവച്ചവം പോലെ ഇങ്ങനെ വെറുതെ ഇരിപ്പുണ്ട്, ഒരു തടിക്കഷണം പോലെ ഇരിക്കും, ഒരു വികാരവും ഇല്ല. ഇതൊന്നും വചന ശുശ്രൂഷ ഒന്നും അവളെ ബാധിക്കുന്നില്ല. ശുശ്രൂഷ മുന്നോട്ട് നീങ്ങുന്നു. കർത്താവെ, ഇവളിൽ അതിശക്തമായി ഇടപെടണമെന്ന് മധ്യസ്ഥ പ്രാർത്ഥനക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ധ്യാനം മുന്നോട്ട് പോയി. കുമ്പസാരം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ആരാധന സമയം, വലിയൊരു ഡെലിവറൻസ് ശുശ്രൂഷയാണ്. ആ സമയത്ത് നമ്മൾ ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പരിശുദ്ധ അൾത്താരയിലുള്ള ഈശോയെ ദൈവജനത്തിന് കാണത്തക്ക വിധത്തിൽ പരിശുദ്ധ അൾത്താരയിൽ ഇങ്ങനെ ഉയർത്തി എല്ലാവരും ഈശോയെന്ന് പറഞ്ഞ് ചങ്കും പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഈശോയെന്ന് വിളിക്കുന്നു. ഈ പെൺകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ഈ പെൺകുട്ടി പറഞ്ഞ സാക്ഷ്യമാണ്. ഈ പെൺകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോൾ ഇരുട്ടാണ്, ആരും കാണുന്നില്ല. ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നു, ഇതുവരെയായിട്ട് മര്യാദയ്ക്കൊന്ന് ഈശോ എന്ന് വിളിച്ചിട്ട് പോലും ഇല്ല. എന്നാൽ പിന്നെ ആരും കാണുന്നില്ലല്ലോ എന്ന് കരുതി ഇവൾ 2 കരങ്ങൾ ഉയർത്തി ഈശോ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇവൾ വിളിക്കാൻ തുടങ്ങിയിട്ട് ഇവൾക്ക് വിളി നിർത്താൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, കണ്ണിൽ നിന്നും കുടുകുടാ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഇവൾക്ക് ഇവളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഇവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ വന്ന് പറഞ്ഞ് സാക്ഷ്യം ഇങ്ങനെയാണ്, പരിശുദ്ധ അൾത്താരയിലുള്ള ഈശോ നടന്ന് ഇവളുടെ പക്കലേക്ക് വന്നത്രേ. പരിശുദ്ധ അൾത്താരയിൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിൽ നിന്ന് യേശു എന്ന് പറയുന്നൊരു വ്യക്തി, ഇവൾ പറയും, അൾത്താരിൽ നടന്ന് എൻ്റെ അടുക്കലേക്ക് വന്നു, എൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്നു, എന്നിട്ട് എന്നെ നോക്കി. ഞാനപ്പോൾ എൻ്റെ കൗതുകം കൊണ്ട് ഞാൻ ഇവളോട് ചോദിച്ചു, ഈശോ നിന്നോട് എന്താണ് പറഞ്ഞത്? അച്ഛാ, ഈശോ ഒന്നും എന്നോട് പറഞ്ഞില്ല, പക്ഷേ ഈശോ
എൻ്റെ മുഖത്തേക്ക് നോക്കി നന്നായി പുഞ്ചിരിച്ചു. അച്ഛാ, ഈശോ ഒന്നും എന്നോട് പറഞ്ഞില്ല, പക്ഷേ എൻ്റെ മുഖത്തേക്ക് നോക്കി നല്ലൊരു ചിരി. അച്ഛാ, അച്ഛന് മനസ്സിലാവൂ എൻ്റെ മുഖത്ത് ഇപ്പോൾ കാണുന്ന ഈ ചിരി ഈശോ സമ്മാനിച്ചതാ. അച്ഛാ, എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഈശോയ്ക്ക് എന്നെ നന്നായി അറിയാം. ആ ഒരൊറ്റ ചിരി. എന്തിന് സംസാരിക്കണം? ഈശോ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് എന്നെ നോക്കിയ ആ നോട്ടം, എൻ്റെ അച്ഛാ, എൻ്റെ ജീവിതത്തിൽ എനിക്കിനി മറക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, എൻ്റെ ഈശോയ്ക്ക് എന്നെ നന്നായി അറിയാം. എൻ്റെ പ്രിയരെ, ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് ഓർമ്മപ്പെടുത്താനല്ല, മറിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഓർക്കുക. ഇന്ന് നീ ചിന്തിക്കും, ദൈവത്തിന് എന്നെ വേണ്ട, ദൈവം എന്നെ അറിയുന്നില്ല, എന്തൊരു ദൈവം ക്രൂരൻ. അങ്ങനെയല്ല. നിൻ്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന അവസ്ഥയിൽ നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം. പഴയ നിയമത്തിൽ നമ്മുടെ മോശയോട് ദൈവം പറഞ്ഞ 3 വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനം അതാണ്. പുറപ്പാടിൻ്റെ പുസ്തകം നമുക്ക് വായിച്ച് ധ്യാനിക്കാൻ പറ്റിയൊരു കുഞ്ഞു വചന പുസ്തകമാണ് പുറപ്പാടിൻ്റെ പുസ്തകം. 33-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ആരോടാ പറയണേ? മോശയോട്. എന്താ മോശയുടെ അവസ്ഥ? അയാൾ കടന്നുപോയ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? കൊലപാതകിയാണ്, മര്യാദയ്ക്ക് നേരെ ചൊവ്വേ സംസാരിക്കാൻ ശേഷിയില്ലാത്തൊരുത്തനാണ്, ജീവിതത്തിൽ ആന്തരിക മുറിവിൻ്റെ കൂടാരം. അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഇത്രയും ഒരു അനുഭവമുള്ള ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവം കൊടുത്ത 3 വാഗ്ദാനങ്ങൾ, ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം ഇതാണ്: മോശെ, എനിക്ക് നിന്നെ നന്നായി അറിയാം, നിന്നെ നന്നായി അറിയാം. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് എന്നോടും നിന്നോടും പറയുന്ന കാര്യം അത് തന്നെയാണ്. കർത്താവിന് നന്നായി നമ്മളറിയാം. വായിച്ച് ധ്യാനിക്കാൻ 1-2 വചനഭാഗം പറയാം. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 139-ാം അധ്യായം. സങ്കീർത്തനം 139, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 139 വേഴ്സ് 1 ഓൺവേഴ്സ്. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പേ കർത്താവെ, അത് അവിടുന്ന് അറിയുന്നു. മുമ്പിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ജെറമിയായുടെ പുസ്തകം 1:5 അറിയാവുന്ന വചനമാണ്, നോട്ട് ചെയ്തു കൊള്ളുക. മാതാവിൻ്റെ ഉദരത്തിൽ നീ രൂപം കൊള്ളുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു വിശുദ്ധീകരിച്ചു. എനിക്ക് നിന്നെ നന്നായി അറിയാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ വചനഭാഗം പഠിപ്പിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു, എന്നെ എൻ്റെ ദൈവത്തിന് നന്നായി അറിയാം. അത് നിൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തും. സാധിക്കുന്നവർ മുട്ടുകുത്തി ഈ ആരാധന സമയത്ത് നമുക്ക് വിശ്വസിക്കാം, എൻ്റെ ദൈവമേ, അങ്ങേക്ക് എന്നെ നന്നായി അറിയാം. ഞാനതിൽ വിശ്വസിക്കുന്നു. കർത്താവെ, എന്നെ വഴി നടത്തുന്ന ദൈവമേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. ആമേൻ. ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ ഈശോ നമ്മളോടൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിന്നെ ഈശോയ്ക്ക്
നന്നായി അറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം തിരുവചനം, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്കവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. കണ്ണുകളടയ്ക്കുക, കരങ്ങൾ കൂപ്പുക. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക. നീ ഇന്ന് കടന്നു പോകുന്ന സകല ഞെരുക്കങ്ങളും ഭാരങ്ങളും രോഗങ്ങളും പീഡകളും കുറവുകളും നീ വിശ്വസിക്കണം, എൻ്റെ ഈശോയ്ക്ക് എന്നെ നന്നായി അറിയാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 9-ാം തിരുവചനം, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുമുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ദൈവം നിങ്ങളെ അറിയുന്നു. വിശ്വസിക്കുക, എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ തുറന്ന് പരിശുദ്ധ അൽത്താരിലേക്ക് നോക്കി നമുക്ക് വിശ്വസിച്ചുകൊണ്ട് പറയാം, എന്നെ നന്നായി അറിയുന്ന ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം, അമ്മ ഓമനിക്കുന്ന പോലെ, അപ്പൻ താലോലിക്കുന്നത് പോലെ എന്നെ നന്നായി അറിയുന്ന എൻ്റെ ദൈവം, എൻ്റെ ദൈവം. ആ വലിയ വിശ്വാസത്തോടുകൂടെ ഈ അൽത്താരിലേക്ക് നോക്കിക്കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. എന്നെ നന്നായി അറിയും, ആമേൻ. എന്നെ നന്നായി പുലർത്തും, ഓ ദൈവമേ, എൻ്റെ പ്രാണനായകനേശു. ദൈവമേ, എന്നെ നന്നായി അറിയും, ആമേൻ. എന്നെ നന്നായി പുലർത്തും, എൻ്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുന്ന പോലെ, അമ്മയോമനിക്കും, അപ്പൻ താലോലിക്കുന്നത് പോലെ, താലോലിക്കും പോ, ആമേൻ. എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുന്നത് പോലെ, അമ്മയോമനിക്കും, അപ്പൻ താലോലിക്കുന്നത് പോലെ, താലോലിക്കും പോ, ആമേൻ. എന്നെ നാഥൻ വഴി നടത്തും. രണ്ട് കരങ്ങളും നമ്മുടെ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. എന്നെ എന്നെ നന്നായി എന്റെ പ്രാണനാഥനീശോ, എന്റെ പ്രാണനായകനേശു. വിശ്വസിക്കുക, ഏറ്റെടുക്കുക. അമ്മയോമനിക്കും, അപ്പൻ താലോലിക്കുന്നത് പോലെ, താലോലിക്കും. ഓ ദൈവമേ, എന്നെ നാഥൻ വഴി നടത്തും. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് വിശ്വസിക്കുമ്പോൾ നിന്റെ എല്ലാ കുറവുകളും ഈശോയ്ക്ക് അറിയാം. നിന്റെ ബലഹീനതകൾ അറിയാം, നിന്റെ വീടറിയാം, നിന്റെ മാതാപിതാക്കളെ അറിയാം, നിന്റെ വിദ്യാഭ്യാസം അറിയാം, നിന്റെ ജീവിതത്തിൽ ഇന്നോളം നിനക്ക് കടന്നു വന്ന എല്ലാ അനുഭവങ്ങളും ഈശോയ്ക്ക് അറിയാം. ഈശോ നിന്നെ ഇതാ റീബിൽഡ് ചെയ്യാൻ, വീണ്ടും പുനരുദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീ കടന്നു വന്ന വഴികളിൽ കർത്താവ് ഒരു പുത്തൻ അഭിഷേകം നൽകി നിന്നെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ശിരസിൽ ആ കരങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഒരു പുതിയ അഭിഷേകം വെളിപ്പെടണമേ. എന്റെ ഉള്ളിലുള്ള നിരാശയും ദുഃഖവും കർത്താവ് എടുത്തു മാറ്റണമേ. എന്റെ ഉള്ളിലുള്ള മാനസിക ദുഃഖങ്ങളെ കർത്താവ് എടുത്തു മാറ്റണമേ. കർത്താവേ, ഈ പരിശുദ്ധ അൽത്താരിൽ നിന്ന് അത്ഭുതകരമായ ശക്തി എന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകത്തിലേക്ക് എന്നെ നയിക്കണമേ. ആരാധന, 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 ആരാധന. കർത്താവേ, കണ്ണു തുറന്നേ. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് ഈ അൽത്താരയിലേക്ക് നോക്കുമ്പോൾ ഈശോ നിന്നോട് പറയുന്ന കാര്യം എന്താണ്? നിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. മോശ ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിക്കുവാൻ നേതൃത്വം ഏറ്റെടുത്തു. എന്നാൽ ഈ മോശയുടെ അവസ്ഥ, ജീവിതത്തിൽ ഒരിത്തിരി കുറവുകളുള്ള മനുഷ്യൻ, വല്ലാണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അപകർഷതാബോധവും ആന്തരിക മുറിവും. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, എനിക്ക് നിന്നെ നന്നായി അറിയാം, നിന്റെ കുറവുകൾ എനിക്കറിയാം, നീ വിഷമിക്കേണ്ടതില്ല. ആ ധൈര്യമാണ് മോശയെ മുന്നോട്ട് നയിച്ചത്. എങ്കിൽ നീ വിശ്വസിക്കുക, മോശയ്ക്ക് ലഭിച്ച അതേ അഭിഷേകം ഈ ആരാധനയുടെ സമാപന ആശീർവാദത്തിൽ നിനക്ക് ലഭിക്കുകയാണ്. നീ ആയിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി നീ വിശ്വസിക്കുക, ദൈവമേ, എൻ്റെ മേൽ മോശയ്ക്ക് കിട്ടിയ അതേ അഭിഷേകം ലഭിക്കട്ടെ. എൻ്റെ കുറവുകളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമേ, അങ്ങനെ അത്ഭുതകരമായിട്ട് ഇടപെട്ട പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും, എൻ്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും,
അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും.